അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ മട്ടന്നൂരാണ്. മട്ടന്നൂർ ഇത് കറക്റ്റായിട്ട് സ്ഥലം മക്കളെ ചോലത്തോടുള്ള നൗഫൽ ബ്രോന്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ബ്രോ നമ്മൾ ഇതിനിടക്ക് ഇവരെല്ലാവരും കുട്ടികളെല്ലാം കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഇവർ നമ്മളെ കുടുംബാംഗങ്ങളെ. അപ്പോൾ ഇവരിങ്ങനെ കാണണമെന്ന് ആഗ്രഹം പറ്റി ഇവരെല്ലാം കൂട്ടിയിട്ട് എത്ര ആളുടെയാണ് അന്ന് വീട്ടിൽ വന്നത്? 8 ആളാണ് വീട്ടിലേക്ക്. ഇപ്പോൾ ഇവിടെ എത്ര ആളുണ്ട്? 13 ആൾക്കാരുണ്ട് കേട്ടോ. അന്ന് 8 ആളെയും കൂട്ടിയിട്ട് അന്ന് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇതിലോട്ട് പോകുമ്പോൾ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവരെല്ലാം കാണാൻ വേണ്ടി തിരിച്ച് ഇവരെ വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു. എന്തെല്ലാം വിശേഷങ്ങൾ പറയും? മോളെ പേരെന്നാ? ഫാത്തിമ നസ്വ, ഷസ്മിൻ ഐഷ, ഇൻഷ മെഹറിൻ, ഡെല്ലി അഫ്രീൻ, ഡെല്ലി ഷെയ്മാനി, നൂറുൽ കിസ്വ. മോള് ബാംഗ്ലൂർ അല്ലേ? ഞാൻ ബാംഗ്ലൂരാ. മുഹമ്മദ് യാസിൻ, ഷംലൽദീൻ. പ്ലസ് ടു അല്ലേ? ഞാൻ 9ാം ക്ലാസ്സിൽ. ആരാ പ്ലസ് ടു പഠിക്കുന്നു പറഞ്ഞേ? ഷഹസാദ് അലി, ഒരാൾ കൂടി ഉണ്ടല്ലോ പറഞ്ഞല്ലേ? ഓക്കെ, ഇറങ്ങുണ്ടോക്കി ഇത്ര ആളുകൂടി ഉണ്ട് കേട്ടാ. അപ്പൊ പറഞ്ഞാളാരാന്ന് പറയാതെ ആളാരാന്ന് ഇല്ല തിരിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മള് അബി ഉണ്ട്, അതെ. അപ്പൊ ഋഷിക് ഉണ്ട്, എല്ലാരും ഉണ്ട് കേട്ടോ. അബി ഉണ്ട്. നമ്മളെല്ലാരും കൂടി ഒരു ഇനാഗ്രേഷൻ ഉണ്ടേനും. അതെ, മട്ടന്നൂർ ഒരു ഇനാഗ്രേഷൻ ഉണ്ട്, സ്കൂളുള്ളത്. അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി അവരെ വീട്ടിൽ കയറി. അപ്പോൾ നഫൽ ബ്രോ അകത്തുണ്ട്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. നമ്മളകത്ത് കുറച്ച് സമയം ഇരുന്നു. ഹായ്, പിന്നെ നഫൽ ബ്രോ എന്തെല്ലാം വിശേഷം പറയും? നല്ല സുഖമാണ്. നിങ്ങൾ വന്നതിൽ വളരെയേറെ സന്തോഷം. ഇവിടെ കാത്തിരിക്കായിരുന്നു, നിങ്ങളെ ഒരുപാട് സമയമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. വളരെ സന്തോഷം. എല്ലാവരും കൂട്ടി വന്നു. ഇവിടെ 2-3 പരിപാടികളുണ്ട്, നാട്ടിലും പോയിട്ട് വന്നത്. അപ്പോൾ നഫൽ ബ്രോ എന്ന് പറഞ്ഞാൽ ശരിക്ക് അഡ്നോക്സിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. ഞങ്ങളൊരു കമ്പനിയാണ്, 5 പേരുള്ളൊരു കമ്പനിയാണ്. നന്നായിട്ട് പോകുന്നുണ്ട്. അഡ്നോക്സ് ഡ്രസ്സ് ഞാൻ മേടിക്കലുണ്ട്. ഞാൻ നിങ്ങളന്ന് വരുമ്പോൾ ഇട്ട ഡ്രസ്സല്ല അഡ്നോക്സിൻ്റെ ആയിരുന്നു, ആ ബ്ലൂ ആയിട്ടുള്ള ജീൻസിൻ്റെ. അപ്പോൾ എന്തായാലും സന്തോഷം നിങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയും നമുക്ക് വീടെല്ലാം ഒന്ന് കാണാമെന്നില്ലോണ്ട് കയറാൻ വേണ്ടിയിട്ട് പരിപാടിയാണ്. വീട് കാണാന്ന് പറഞ്ഞാൽ ഈ വീടുകൾ ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. നമ്മൾ ഈ വീടിൻ്റെ അകത്തെല്ലാം കയറി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും നമ്മളെ യൂട്യൂബ് കുടുംബാംഗങ്ങളെ വീട്ടിലോ അല്ല ഫേസ്ബുക്ക് നമ്മളെ സോഷ്യൽ മീഡിയ കുടുംബാംഗങ്ങളെ വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വീട് എടുക്കും, ഇത് ചാനലിലിടും. അപ്പോൾ എല്ലാവർക്കും വീട് കാണാം. വീട് കണ്ടാലും നമുക്ക് എല്ലാം ഒന്ന് കയറി കാണണം. പിന്നെ ഒരു അവസരം നമുക്ക് കിട്ടില്ല, ഇങ്ങോട്ട് വരില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് കയറി കാണാൻ വെച്ചിട്ട് ഇതാണ് ഇവരെ സെൻട്രൽ കേട്ടോ. കയറുമ്പോൾ തന്നെ വലിയൊരു സെൻട്രൽ. ഇതിന് മുകളിലേക്കാണ് റൂം എന്ന് പറഞ്ഞ് കവി നടക്കും, അങ്ങോട്ട് നടക്കും. അപ്പോൾ ഇത് നമ്മൾ വന്നപ്പോൾ കുറച്ച് സമയം ജ്യൂസ് എല്ലാം കുടിച്ച് ലിവിംഗ് റൂം എന്ന് പറയാം. ഇത് ഇങ്ങനെ ഒരു ഏരിയ കേട്ടോ. ഗസ്റ്റ് എല്ലാം വന്നായിരുന്നു, സംസാരിച്ച് ചായ എല്ലാം കുടിച്ചിട്ട് പോകാല. ഇങ്ങനെ ഏരിയ. ഇത് നമ്മളെ എൻ്റെ ഏരിയ. ഫുഡ് കഴിക്കുന്നല്ലേ? ഗ്ലാസ് ഇങ്ങനെ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അത് ഞാൻ പറയാൻ കാരണം ഞാൻ വന്നപ്പോൾ കുട്ടീനെ ഇവിടെ വന്ന് കിടത്തിന് ബെഡ്റൂം പാല് കൊടുക്കാൻ പോയി. അതുകൊണ്ട് ഈ ഒരു ബെഡ്റൂം ഞാൻ കണ്ടല്ലോ. അതെ, കട്ടിലോ വരില്ലാണ്ട് ചെറിയ ബെഡിന്റെ വരെ ഉള്ളൂ, അത്രയും വേണ്ടു അല്ലേ? ഇതൊരു ബെഡ്റൂം കേട്ടോ. ഇവർ വീടെല്ലാം കണ്ടോ വീഡിയോയിൽ എടുത്തോന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഉള്ളിൽ കയറலாம் കേട്ടോ നമ്മള്. നല്ല രസമായിട്ടുണ്ട്. ഇത് ഡ്രസ്സിംഗ് റൂം എന്ന് പറയാം. ഡ്രസ്സിംഗ് റൂം, ബാത്റൂം അല്ലേ? അതെ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ചെറിയൊരു പെയിൻറ്റിങ്ങും പരിപാടിയെല്ലാം ഉണ്ട് ഇടാ. അതെ. അപ്പോൾ ഇവിടുന്ന് നേരെ പോകുമ്പോൾ അവിടെ റൂമുണ്ട് തോന്നട്ടെ. ആടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് കാണേണ്ട കിച്ചണാണ്. എല്ലാവർക്കും ഈ വീടിൻ്റെ മുകളിൽ വരെ ഒന്ന് പോയിട്ട് വരാം. അതെ, വാ നഫൽ ബ്രോ. ആരെങ്കിലും ഒന്ന് വരൂ, നമുക്ക് വീടിൻ്റെ ഒന്ന് മുകളിലും കാണാലോ. വരും. ഇവരിൽ ആരെല്ലോ പാട്ടെല്ലാം പാടുന്നവരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടാ, നമുക്ക് പാടിക്കാം. ലാസ്റ്റ് അല്ലേ നമ്മൾ പാട്ട് പാടുന്നത്? ആരാ പാടുന്നാള്? ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓടുവന്നേ. ഡാൻസറാ? എല്ലാം നമുക്ക് വേണം, എല്ലാം വേണം. പാട്ടും എല്ലാം വേണം. ഇതേപോലത്തെ ഒരു വീട് നമ്മളിപ്പോൾ അടുത്ത് ഇബ്രാഹിമിന്റെ വീട്ടിൽ പോയാലും കണ്ടിരുന്നു. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള കേട്ടാ. 2 ഭാഗത്തോട്ടും കയറാം. അപ്പുറത്ത് 2 വഴി കൊടുത്തിട്ടുണ്ട്. വീട് റൂമുണ്ട്. ഇതാരെ ബെഡ്റൂമാണെന്നറിയില്ല. നല്ല രസമായിട്ടുണ്ട്. ഇത് കൊടുത്തിട്ടാണേ, നല്ലൊരു കളറാണേ.
അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെന്നാ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാട്ടാ ബാത്റൂം. ഇതൊരു ഡ്രസ്സിങ് ഏരിയ പോലത്തെ ഒരു സംഭവം. നമ്മളിപ്പോൾ സാരി എല്ലാം എടുത്താലേ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന സാരി. ഇത് മേശ വെച്ചുകൊണ്ടാണ് ഇത് താഴെ വരെ ഉണ്ട് കണ്ണാടി. അങ്ങനെ ഇവിടെ